ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ശനി വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് 9ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാണ്. ആ 9ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 27 മുതൽ ആ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി വക്രത്തിലാകുകയാണ്. അത് ഡിസംബർ 11 വരെ ആ ശനി 11ാം ഭാവരാശിയിൽ വക്രത്തിലായിരിക്കും. ഇപ്പോൾ ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് യോഗകാരകനാണ്, യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്. ഇപ്പോൾ 11ൽ ശനി വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജന്മരാശിയിലും അഷ്ടമത്തിലും ഒക്കെ തന്നെ 5ലും ഒക്കെ തന്നെ ആ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു ഇപ്പോൾ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ആ 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ 11ൽ ശനി വക്രത്തിലാകുക വഴി ഉണ്ടാകാവുന്ന ആ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ആ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11ൽ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം. 11ലെ ശനി പൊതുവെ നല്ല ഫലമാണ് നൽകുന്നത്. എങ്കിലും 11ൽ ശനി വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ സൗഹൃദങ്ങൾ, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ, അതൊക്കെ തന്നെ, അതുപോലെ ദീർഘകാല ലക്ഷ്യങ്ങൾ, ഇവയൊക്കെ പൊതുവെ നമുക്ക് അവലോകനം ചെയ്യേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബിസിനസ് തന്ത്രങ്ങളൊക്കെ റിവ്യൂ ചെയ്യേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് 11ൽ ശനി വക്രത്തിലാകുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ധനവരവിൽ ചിലപ്പോൾ ഒരു കുറവ് ഈ സഡനായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. എങ്കിലും നമ്മൾ അതിൽ ഒരു ഭയപ്പാട് വേണ്ട. കാരണം 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 11ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനി വക്രത്തിലാകുക വഴി നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആ 11ലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അത് ദോഷമുണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ കൂറുകാർ അവരുടെ വരുമാന സോഴ്സുകളിൽ, അവരുടെ വരുമാന മാർഗങ്ങളിൽ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അതിൽ ഒരു അസസ്മെൻറ്റ്, പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അസസ്മെൻറ്റ് നടത്തേണ്ടുന്ന സമയമാണ്. 11 നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ ആ ശനി കർമ്മഭാവത്തിൻ്റെ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണാം. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിൽപരമായിട്ട് കൂടുതൽ ഉത്തരവാദിത്വം ഈ സമയത്ത് ഉണ്ടാകണം. തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗ്ലിജൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഈ കർമ്മ ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാകുക വഴി ഉണ്ടാകുന്നത്. അതുപോലെ തൊഴിലിലായാലും ബിസിനസ്സിലായാലും ഒക്കെ തന്നെ നമ്മൾ ഈ സമയത്ത് ഫോക്കസ് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ തലത്തിലൊക്കെ നമുക്ക് ഒരു റിവ്യൂ ആവശ്യമായിട്ടുള്ള സമയമാണ്. മുതിർന്നവർ, ഗുരുക്കന്മാർ, ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ കാര്യക്ഷമമാക്കി പോകേണ്ടുന്ന സമയമാണ് 11ൽ ആ ഗുരു വക്രത്തിൽ ആകുന്ന സമയത്ത്. അതുപോലെ നമ്മൾ എന്ത് തൊഴിലിലായാലും അല്ലെങ്കിൽ ബിസിനസ്സിലായാലും അവയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അങ്ങനെ ശ്രദ്ധ കൊടുത്ത് അവയിലെ വീഴ്ചകളൊക്കെ പരിഹരിച്ച് പോകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ ഈ ശനിയുടെ വക്രസ്ഥിതിയെ കാണണം. 11ൽ ശനി വക്രത്തിലാകുന്നത് പ്രത്യേകിച്ച്
നമ്മുടെ സൗഹൃദങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ഒരു വിലയിരുത്തൽ, ഒരു അവലോകനം നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ ജോയിൻ്റ് ആയിട്ടുള്ള സംരംഭങ്ങളിൽ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ വേണം. അങ്ങനെയാണെങ്കിൽ ആരാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്, ആരെക്കൊണ്ടാണ് നമുക്ക് ദോഷം ഉണ്ടാകുന്നത്, ഇവയെപ്പറ്റിയുള്ള ഒരു അവലോകനം ഈ കുറുകാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് 11 ശനി വക്രത്തിലാവുമ്പോൾ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അപ്പം അവയെപ്പറ്റിയൊക്കെയുള്ള ഒരു വിലയിരുത്തൽ നടത്തി പോകുന്നത് നല്ലതാണ്. അതുപോലെ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ നമുക്ക് ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ചിലപ്പോൾ അകന്നു എന്ന് വരാം. അതേസമയം പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് വന്നു ചേർന്നു എന്നും കൂടെ വരാം. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ വക്രശനി കാലത്ത് നമുക്ക് അതിൽ വലിയ ഒരു നേട്ടം അതുകൊണ്ടുണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കുക. ജന്മരാശിയിലൊക്കെ ആ വക്രശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തണം. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബിഹേവ് ചെയ്തു പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ 5 ശനി വക്ര ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെയർ വേണം. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ, അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പഠനത്തിലൊക്കെ വന്ന ആലസ്യമൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ പഠനത്തിൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലും ഈ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദീർഘകാലമായിട്ട് നമ്മൾ ചിലപ്പോൾ ഗോപ്യമാക്കി വച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് ഈ സമയത്ത് പുറത്തറിയുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു പ്രത്യേകിച്ച് 9ലും അതുപോലെ തന്നെ 11ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ഈ 11 ശനി വക്രത്തിലാകുന്നതിൻ്റെ ദോഷം പരിഹരിക്കാൻ സഹായകമാണ്. പ്രത്യേകിച്ച് പൂർവ്വജന്മാർജിതമായ കർമ്മഗുണങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മുതിർന്നവരെയൊക്കെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ അവരുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാക്കും. നമുക്ക് ജ്യേഷ്ഠ സഹോദരങ്ങളുമായിട്ടൊക്കെ അവരുമായിട്ടുള്ള കണക്ഷനിലൊക്കെ നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. അപ്പോൾ ധനപരമായിട്ടുള്ള അച്ചടക്കമൊക്കെ പാലിച്ചു പോകുന്നവർക്ക് ഈ വക്രശനി ദോഷം ചെയ്യില്ല, ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.